ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എറണാകുളത്തേക്കാണ് പോകുന്നത്. ട്രിപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും അമ്മയും ഞാനും അച്ഛി വിഷ്ണു കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് ഒരു ലുലുമോൾ പോകും. അവിടെ ലുലുമോളുണ്ട്. പിന്നെ ഒരു മെട്രോ ട്രെയിനിൽ കൂടി കയറി എന്നിട്ടാണ് ലുലുമോളിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് ഉള്ള ശബരി എക്സ്പ്രസ് ട്രെയിനിൽ കയറി. ആക്ച്വലി ഞങ്ങൾ എറണാകുളം ട്രിപ്പ് പ്ലാൻ ചെയ്തത് നമ്മുടെ INS വിക്രാന്ത് ഷിപ്പിലേക്ക് ഒരു വിസിറ്റ് പാസ് കിട്ടിയിട്ടുണ്ട്. കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ കയറാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കിട്ടിയാലില്ലെങ്കിലും ഒന്ന് എറണാകുളം കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ്. ഇത് ഭാരതപ്പുഴ. മഴയാണോ എന്നൊരു സംശയമാണ്. മഴയാണെങ്കിൽ കറക്കമൊക്കെ പെടും. മഴയാവാതിരുന്നാൽ നന്നായി. നല്ല വിശപ്പായിരുന്നു. എല്ലാവരും ഫുഡ് അടിച്ച് കഴിഞ്ഞു. കഴിക്കുന്നതിന് മുമ്പ് എടുക്കണം വിചാരിച്ചാണ്. റൂമിലോട്ട് പോകണം. റൂം എടുത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് നോക്കാനും വേണ്ടിയിട്ട് എടുക്കാണ്ടോ. വിഷ്ണു ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. അതിൻ്റെ ഒരു ആവേശം അവനുണ്ട്. വിഷ്ണു നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ എങ്ങടാ പോണേ? എങ്ങോട്ട്? ബോട്ട് എങ്ങോട്ട് പോകണോ അതുവഴി അല്ലേ? കൊച്ചിയിലെ ബോട്ട് മെട്രോ കയറാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് വിചാരിച്ചു ഇങ്ങനൊരു ബോട്ടിങ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 1 hour ട്രിപ്പാണ്. അപ്പോൾ അതങ്ങനെ 1 hour കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ കയറി.
സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് ബോട്ടിൽ. അപ്പർ ഡെക്ക് ഫുള്ള് ഫില്ലായിട്ടുണ്ട്. ഇത് നമ്മൾ ലുലു കൺവെൻഷൻ സെൻ്ററാണ്. ഗോസറി പാലമാണ് ഈ കാണുന്നത്. ഇതാണ് വൈപ്പിൻ കണ്ടെയ്നർ ടെർമിനൽ. ഇവിടെ കുറേ ഷിപ്പുകളൊക്കെ വന്നിട്ട് കണ്ടെയ്നേഴ്സൊക്കെ ഇറക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് കൊച്ചിക്കാർക്കും കുറേ ഇവിടെ കൊച്ചിയിൽ വന്നവർക്കൊക്കെ ഇതറിയാം. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടി പറയുന്നത്. ഈ കാണുന്ന 2 ബോട്ടുണ്ടല്ലോ, ഇതിനെയാണ് പോർട്ട് പൈലറ്റ് അല്ലെങ്കിൽ മാരിടൈം പൈലറ്റ് എന്നൊക്കെ പറയുന്നത്. ബോട്ടാണ് ഷിപ്പുകളെ ഈ ഡോക്ക് യാർഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പ്രഷർ ചെയ്തിട്ട്, വെള്ളത്തിനെ പ്രഷർ ചെയ്തിട്ടാണ് ആ ബോട്ടുകൾ ആ ഡോക്ക് യാർഡിലേക്ക് ആ ഷിപ്പുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ബോട്ട് ഇതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. എന്നിട്ട് പോലും അതിൻ്റെ ഓളങ്ങളിൽ ഇത് കടന്ന് ആടി അലയായിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ചു അറിയുമോ എന്നുള്ളതൊക്കെ. ആ റെഡ് ഷിപ്പ് നിൽക്കുന്നതുണ്ടോ, അതിനപ്പുറത്തോട്ട് കടലാണ് അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഇത് കായലും കടലും കൂടി ചേർന്ന ഭാഗം. ഇത് പേപ്പർ ഹൗസ് എന്ന് പറഞ്ഞ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. വിഷ്ണുവിന് ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു. പോരാതെ നല്ല കാറ്റും കൂടി അടിച്ചപ്പോൾ അവൻ നന്നായി ഉറങ്ങി. ഞങ്ങൾ പിന്നെ അവൻ ഉറങ്ങിയതുകൊണ്ട് പിന്നെ വേറെ എവിടെയും പോയില്ല. അങ്ങനെ നേരെ റൂമിൽ പോയി കുറച്ച് നേരം മരുന്നൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്നും കൂടെ ഒന്ന് ഉറങ്ങി. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ലുലു മോളിലേക്ക് ഇറങ്ങി. പിള്ളേരൊന്ന് എൻജോയ് ചെയ്യിപ്പിക്കണം. കുറേ കാലം എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട്, അപ്പോൾ അവരൊന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ലുലു മോളിൽ വേറെ കറങ്ങൊന്നുമില്ല. അവരെ ജസ്റ്റ് ഗെയിംസിലും അതിലൊക്കെ കയറ്റി അവരെ കളിപ്പിച്ചു. വിഷ്ണുവിന് സ്ട്രൈക്കിംഗ് കാറിൽ കയറുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഏജ് ലിമിറ്റ്, ഹൈറ്റ് നോക്കിയിട്ടാണ് അവർ കുട്ടികളെ ആലോചിക്കുന്നത്. അപ്പോൾ അവന് കയറാൻ പറ്റിയില്ല. സങ്കടത്തിൽ അപ്പുറത്ത് പോയി നിന്നു. കുറേ നേരം ട്രൈ ചെയ്തു. പക്ഷെ പകുതി ദൂരെ കയറാൻ പറ്റിയുള്ളൂ. കുറേ പ്രാവശ്യം വീണ്ടും താഴോട്ട്.
നമ്മൾ ലുമോളിലും കുറേ കറങ്ങിയിട്ടും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നു. സമയം നാളെ INS വിക്രാന്ത് പറഞ്ഞ ഷിപ്പുണ്ട്, അങ്ങോട്ട് ഞങ്ങൾ കാണാൻ പോവാണ്. പാസ്സൊക്കെ കിട്ടി. അപ്പോൾ ഇപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാകുന്നത് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. INS വിക്രാന്ത് പറഞ്ഞ ഷിപ്പിൽ ഉച്ചക്കേ ഉള്ളൂ, അതുപോലെ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. കള കൊടുത്തോണ്ട് ഞങ്ങൾ റൂമിൽ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഷിപ്പിൽ പോവാം. 2 മണിക്കാണ്. ഒരു 12 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഇറങ്ങണം. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു, ഇറങ്ങി. ശനിയാഴ്ച കൺഫേം ആയി ഞങ്ങൾക്ക് പാസ് കിട്ടി എന്നുള്ളത്. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ കാലത്ത് അകത്തെന്തോ ഷിപ്പിലകത്തെന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പെർമിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കാലത്ത് തലേന്ന് വിഷ്ണുവിന് ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി റെസ്റ്റ് ചെയ്തു പുറത്തു പോയി അധികം ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും മറൈൻ ഡ്രൈവിലെത്തി. ഇനി ടൈമുണ്ട്. ഞങ്ങൾക്ക് 2 മണിക്കാണ് അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ 12:15 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വിഷ്ണു കാറ്റടിച്ച് ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾ മെട്രോ ബോട്ടിൽ കയറാത്തതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി മെട്രോ ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ഫോർട്ട് കൊച്ചി പോയിട്ട് വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്നും കൂടി ഇറങ്ങി. അപ്പോൾ മെട്രോ ബോട്ടിൽ കയറാൻ പോവാണ്. ഇതാണ് മെട്രോ ബോട്ട്. ഒരു ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആൾക്കാർ ഇറങ്ങുകയാണ്. ഞങ്ങൾക്കുള്ള കോള് വന്നു. ഞങ്ങളുടെ ബോട്ട് 2 പ്ലാറ്റ്ഫോം അപ്പുറത്താണുള്ളത്. അപ്പം ഞങ്ങൾ അതിൽ കയറാൻ വേണ്ടി ഫസ്റ്റ് ടൈം പിള്ളേരൊക്കെ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ അവർ നന്നായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണം. ഇത് ഫുള്ളി കവേർഡായിട്ടും ഉള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള കാറ്റ് കിട്ടാത്തതുകൊണ്ട് അവൻ ഉറങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പായി. എന്താ ഗ്ലാസിൻ്റെ അടുപ്പം നിന്ന് പുറത്തെ ഭംഗി ആസ്വദിക്കാൻ. ഞങ്ങളങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി. ഇന്നലെ കണ്ട റെഡ് ഷിപ്പ് ഇത് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബോട്ടിന് തിരിച്ച് മറൈൻ ഡ്രൈവിലേക്ക് പോകാമെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്ന് കയറുമ്പോൾ തന്നെ അടുത്ത ബോട്ട്, ഞങ്ങൾ വന്ന ബോട്ട് തന്നെ അപ്പം തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ബോട്ടിൽ കയറാൻ പറ്റിയില്ല. പിന്നെ അടുത്ത ബോട്ട് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൈമിന് അവിടെ എത്താൻ പറ്റില്ല. സോ ഞങ്ങളൊരു ഉബർ എടുത്തു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്ക് പോവാണ്.
പിടിക്കാൻ പോണ ബോട്ട്. കടലിൽ പോയിട്ട് ഫിഷ് പിടിച്ചിട്ട് വരും. അവിടെയുണ്ട്. അതാ കിടക്കുന്നു നമ്മൾ പോകാനിരിക്കുന്ന ഐനസ് വിക്രാന്ത്, ഇന്ത്യയുടെ സ്വന്തം അഭിമാനമായി ഐനസ് വിക്രാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സൗത്ത് ഗേറ്റിലെത്തി. ഞങ്ങൾ ഇവിടെ ഇറങ്ങാണ്. നല്ല തിരക്കുണ്ട്. പോയി പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫൈനലി ഞങ്ങൾ ട്രെയിൻ കയറി. ഷിപ്പിൻ്റെ അകത്ത് ഫോട്ടോസ് അലൗഡല്ല. അപ്പോൾ ഞങ്ങൾ കയറി കണ്ടു. വളരെ നന്നായിട്ടുണ്ട്. പ്ലെയിനുകൾ പാർക്ക് ചെയ്യാനുള്ള പ്ലേസ് വലിയ ഹ്യൂജ് രണ്ട് ലിഫ്റ്റ് പ്ലെയിനുകളെ മുകളിലേക്ക് കൊണ്ടുപോകാനും പാർക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. കമാൻഡിങ് സെൻറ്റർ, കുക്കിംഗ് ഏരിയ, അത്രയും പേർക്ക് ഓട്ടോമാറ്റിക് ചപ്പാത്തിയും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. മെഷീൻ വളരെ വലിയ ഷിപ്പായിരുന്നു. നന്നായിരുന്നു. ഉള്ളിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഷിബു മുഖേനയാണ് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് കാണാനൊരു പാസ് കിട്ടിയത്. താങ്ക് യു ഷിബു ആൻഡ് ചിന്നു. അവിടെ നോക്ക്, അവൻ ഫ്രണ്ടിൽ നോക്കാതാ ലൈറ്റ് വെക്കണുണ്ടോ? പ്ലെയിനാണ് ഇവിടെ ലൈറ്റ് വെക്കണുണ്ടോ? അതാടാ അവിടെ ആകാശം നോക്ക് ലൈറ്റ്. പെട്ടെന്നൊരു ട്രെയിനുള്ളതുകൊണ്ട് വേഗം ഞങ്ങൾ ഇത് ബാംഗ്ലൂർക്ക് പോകുന്ന ട്രെയിനാണ്. വന്നപ്പോഴത്തേക്കും 8:30 സമയം. അവിടെ നന്നായി എൻജോയ് ചെയ്തു. പിന്നെ വരുമ്പോൾ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നപ്പോഴത്തേക്കും ബൈ ബൈ.